ഇതുവരെ ജസ്ന സലീം തട്ടമിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത്. കൈനോട് ചോദിച്ച് കയ്യെ ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഓട്ടോ ആരും വിളിക്കാതിരുന്നാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഉടനെ പണി കിട്ടിയില്ലേ, വേണ്ട കുറിച്ചാണ് കള്ളത്തരം പ്രചരിപ്പിച്ചത്. സംസാരിക്കുമ്പോ നീ വാ മുട്ടി പോകുന്ന സംസാരല്ല വേണ്ടത്. നീ വലിയ ദീനി, നീ വലിയ ഇസ്ലാമിക വലിയ പണ്ഡിതന്. ഞാൻ പണ്ഡിതനൊന്നുമല്ല. അപ്പൊ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ ഒരു വാപ്പയ്ക്ക് ജനിച്ച മകളാണെങ്കിൽ അതിന് മറുപടി പറയുക. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഏത് കോണിപ്പോയാലും നമ്മൾ ജീവിക്കാൻ പഠിച്ചവരാണ് സുഹൃത്തുക്കളെ. ഓരോ കാലഘട്ടത്തിലും എന്താണോ വിപണന മൂല്യമെന്ന് നോക്കിയിട്ട് ആ സാധനം മാർക്കറ്റിലേക്ക് ഇറക്കി വിടുന്നവരാണ് നമ്മൾ. ഇപ്പം നിലവിൽ വിപണന മൂല്യമുള്ള സാധനം എന്താണെന്നറിയോ? ഒരു പണിക്കും പോകണ്ട, ഒരു മൊബൈലുണ്ട്, നെറ്റ് റീചാർജ് ചെയ്താൽ രണ്ട് സമൂഹങ്ങളെ അവർക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുകയും ഒരു വിഭാഗത്തെ അനുകൂലിക്കുകയും മറ്റൊരു വിഭാഗത്തെ പ്രതികൂലിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ ആസ്വദിച്ച് സുഖസുന്ദരമായി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ജസ്ന സലീമിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊണ്ട ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്മൃതി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ വ്യാജഗർഭം ആരോപിച്ചതുമായി ബന്ധപ്പെട്ട കേസുബദ്ധമായിട്ടുള്ള ചർച്ചകളുമാണ്. പക്ഷേ അതല്ല നമ്മുടെ സംസാര വിഷയം. കൃഷ്ണനെ വരച്ച് പ്രശസ്തിയായ ആ വ്യക്തി എന്ന് തട്ടം ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് മതമില്ല എന്ന് പറഞ്ഞ് ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതസ്ഥരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജസ്ന സലീം എന്ന് ഈ വീഡിയോ കാണുന്നവർക്കും മലയാളികളായ എല്ലാവർക്കും തന്നെ അറിയാം. നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കളും അവരെക്കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമല്ല പറയുന്നത് എന്നുള്ളതാണ് സത്യം. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ജസ്ന സലീമിനെ വിമർശിക്കുന്നത്, അവർ എന്തുകൊണ്ട് വിമർശനം അർഹിക്കുന്നു എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അതുപോലെ തന്നെ പണ്ട് കുറവങ്ങാട് മഹലിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞുകൊണ്ടൊരു വോയിസ് മെസ്സേജും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിങ്ങൾ കണ്ടു കാണും. അതുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതും ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അതിൻ്റെ മുമ്പേ ജസ്ന സലീം എനിക്ക് മതമില്ല, അതുപോലെ തന്നെ തൻ്റെ വാപ്പയുടെ ഓട്ടോറിക്ഷയുടെ പിന്നിൽ ഒരു കൃഷ്ണൻ്റെ ചിത്രം വെച്ചുകൊണ്ട് ഓട്ടോക്ക് ഓട്ടം കിട്ടാതായി പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വാപ്പ എന്നല്ല ജസ്ന സലീം വിളിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വാപ്പ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുകയില്ല. കാരണം നിങ്ങളൊരു മുസ്ലിം വ്യക്തിയല്ല, ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങളുടെ ഫാദറിനെ വാപ്പ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് മതമില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നത്. അപ്പോൾ ഇക്ക എന്നോ പോക്കറെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ വിളിക്കുക, അത് തങ്ങളുടെ സൗകര്യം. നിങ്ങൾക്ക് ആദ്യമായി ജസ്ന സലീമിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി കാണിക്കുകയാണ്. അത് ആദ്യമായി കാണാം. അതിനുശേഷം അൻസാരി സൂര്യ ഉസ്താദിൻ്റെ മറുപടിയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഞെട്ടിക്കുന്ന വോയിസ് റെക്കോർഡും ഇത് മൂന്നും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. അതോടുകൂടി ജസ്ന സലീം എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിനെ കുറിച്ച് ഒരു വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. ദയവ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കാണാം. ഇതുവരെ ജസ്ന സലീം തട്ടമിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത്. അത് ജസ്ന സലീമിന് മതമില്ല. ഇനി ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ, നിൻ്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. എൻ്റെ വാപ്പയുടെ ഓട്ടോ ആണിത്. ഈ ഓട്ടോക്ക് എന്താ പ്രത്യേകത എന്നല്ലേ? ഈ ഓട്ടോയ്ക്ക് പ്രത്യേകതയുണ്ടോ? ഇതേ കിടക്കുന്നൊരു പ്രത്യേകത. ഈ ഫോട്ടോ വെക്കുക എന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ വാപ്പനെ വേറൊരു കാര്യം പറയട്ടെ. എനിക്ക് 33 വയസ്സായി. ഇന്ന് വരെ എൻ്റെ വാപ്പാനെ ഞാൻ വാപ്പാന്ന് വിളിച്ചില്ല. കയ്യെന്നാട്ടോ ഞങ്ങൾ 3 പെൺകുട്ടികളെ വിളിക്കുക. അപ്പം ഞാൻ കൈനോട് ചോദിച്ച് കയ്യെ ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഓട്ടോ ആരും വിളിക്കാതിരുന്നാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഉടനെ പണി കിട്ടിയില്ലേ, വേണ്ട. വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇതിൽ തന്നെ എങ്ങനെയൊക്കെ ജീവിക്കാമെന്ന് ജസ്ന സലീം നമുക്ക് കാട്ടിത്തരികയാണ്. നിങ്ങൾക്കാരും യാതൊരു സംശയവും തോന്നേണ്ട. നിങ്ങൾക്ക് അടുത്ത ഉസ്താദിൻ്റെ ഒരു വോയിസ് കേൾക്കുന്നതോടുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവും. ഈ മലയാളികൾ എന്ന് പറയുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ ഒരു സാധനം വിപണനം ചെയ്യണം എന്നുള്ളതിൽ വളരെ അഗ്രഗണ്യന്മാരാണ്. ഏത് സമയത്ത് അത് വിപണിയിലേക്ക് ഇറക്കണം, എങ്ങനെ കച്ചവടം ചെയ്യാമെന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് നല്ല അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഈ ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100% എല്ലാ ഇസ്ലാം മത വിശ്വാസികളും അവരുടെ നയങ്ങളും അതുപോലെ തന്നെ പോളിസികളും ഒന്നും അനുവർത്തിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല. അതിനുള്ള പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂട്ടി ആയാലും അതുപോലെ തന്നെ സിനിമാ നടന്മാർ അവരൊക്കെ ഇസ്ലാം നാമധാരികളാണ്. എന്നാൽ അവർ 100% അവരുടെ
പോളിസികളൊന്നും അനുസരിച്ച് അനുവർത്തിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കല്ല. അങ്ങനെയും ഇവിടെ ആൾക്കാർക്ക് ജീവിച്ചു പോകാം, അതിനൊന്നും ഇവിടെ യാതൊരു പ്രയാസവുമില്ല. പക്ഷേ ജസ്ന സലീമിന് മാത്രം എന്താണ് പ്രശ്നമെന്ന് ജസ്ന വരെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഉസ്താദിൻ്റെ അൻസാർ സുഹരി ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. അതോടുകൂടി നിങ്ങൾക്ക് നല്ല ഒരു ഉത്തരം തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. കേൾക്കാം. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമ്മൾ ജീവിക്കും. നമ്മൾ ജീവിക്കാൻ പഠിച്ചവരാണ് സുഹൃത്തുക്കളെ. ഓരോ കാലഘട്ടത്തിലും എന്താണോ വിപണന മൂല്യമെന്ന് നോക്കിയിട്ട് ആ സാധനം മാർക്കറ്റിലേക്ക് ഇറക്കി വിടുന്നവരാണ് നമ്മൾ. ഇപ്പം നിലവിൽ വിപണന മൂല്യമുള്ള സാധനം എന്താണെന്നറിയോ? ഒരു പണിക്കും പോകണ്ട, ഒരു മൊബൈലുണ്ട്, നെറ്റ് റീചാർജ് ചെയ്താൽ 2 സമൂഹങ്ങളെ അവർക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുകയും ഒരു വിഭാഗത്തെ അനുകൂലിക്കുകയും മറ്റൊരു വിഭാഗത്തെ പ്രതികൂലിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ ആസ്വദിച്ച് സുഖസുന്ദരമായി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും. അതിൻ്റെ ഇന്ന് ജീവിക്കുന്ന ഉദാഹരണമാണ് ആരിഫ് ഹുസൈൻ മുതൽ ഇങ്ങോട്ട് ജാമിദ തുടങ്ങി നിരവധി ആളുകളുണ്ട്. അവരൊക്കെ ശിഥിലീകരിച്ച മുറിയിലിരുന്ന് ഈ യൂട്യൂബ് വഴി വിദ്വേഷം പ്രചരിപ്പിച്ച് ജീവിക്കുന്നവരാണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഞാൻ കൃഷ്ണനെ വരച്ചതിൻ്റെ പേരിൽ എൻ്റെ കുടുംബം എന്നെ ബഹിഷ്കരിക്കുന്നു, അവരെന്നെ ചീത്ത വിളിക്കുന്നു, അവരെന്നെ മോശമാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവർ ചിന്തിക്കുന്നത് എന്താ? കണ്ടില്ലേ, ഞങ്ങളൊക്കെ ഏറെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണനെ വരച്ചതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ ഇവരെല്ലാവരും കൂടി ഹറാസ് ചെയ്യാം. അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. ഈ കൃഷ്ണ കൃപാസാഗരം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാരാണ്? ആരുടേതാണ് ആ കവിതാ സമാഹാരം? യൂസുഫ് അലി കേച്ചേരിയുടേതാണ്. നമ്മുടെ മലയാളത്തിലെ മഹാനടനാണല്ലോ മമ്മൂട്ടി. പല്ലാവൂർ ദേവനാരായണൻ മുതൽ ഇങ്ങോട്ട് അറക്കൽ മാധവനുണ്ണി അടക്കമുള്ള ഹൈന്ദവ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രതിഭാശാലിയായ ഒരു കലാകാരനാണ്. ഇപ്പം മമ്മൂട്ടിനെയാണെങ്കിലും യൂസുഫ് അലി കേച്ചേരിനെയൊക്കെ ആണെങ്കിൽ അവരെ ആരെങ്കിലും ചീത്ത വിളിക്കാറുണ്ടോ? അവരെ ആരെങ്കിലും മോശപ്പെടുത്താറുണ്ടോ? അവരൊക്കെ ഇസ്ലാം നാമധാരികളായിരിക്കെ തന്നെ ഈ ജനാധിപത്യ രാജ്യം, ഇവിടുത്തെ ഭരണഘടന അവർക്ക് കൊടുക്കുന്നൊരു അവകാശമുണ്ട്. ഒരു മതവിശ്വാസി അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേര് സ്വീകരിച്ച ഒരാൾ ആണ് എന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ മതത്തെ അനുധാവനം ചെയ്ത് മതത്തിൻ്റെ നിയമങ്ങളെല്ലാം അംഗീകരിച്ചേ പോകാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയൊന്നുമില്ല. ഇവിടെ ഏതൊരു മനുഷ്യനും ഏത് രൂപത്തിൽ അയാൾക്ക് വിശ്വാസിയാകാം, അയാൾക്ക് സ്വതന്ത്രനാകാം, ഏത് രൂപത്തിലും ജീവിക്കാം അയാൾക്ക്. അത് അവരൊക്കെ ഫോളോ ചെയ്യുന്നു. അത് പറഞ്ഞത് 100% സത്യമാണ്. ഇങ്ങനെയാണ് മലയാളികൾക്ക് എന്ത് എവിടെ വിപണനം ചെയ്യാമെന്ന് തീർച്ചയായിട്ടും അറിയാവുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഈ ഒരു മൊബൈലും അതുപോലെ തന്നെ റീചാർജ് കൂപ്പണും അതുണ്ടെങ്കിൽ ശീതീകരിച്ച റൂമിലിരുന്ന് ഒരു മതത്തെ തെറി പറഞ്ഞുകൊണ്ട് മറ്റൊരു മതത്തിൻ്റെ ആനുകൂല്യം പറ്റി സുഖമായിട്ട് ജീവിക്കാമെന്ന് തെളിയിച്ച ആൾക്കാരെ പേരുകൾ വരെ ഉസ്താദ് പറയുന്നുണ്ട്. നമ്മളെ ജാമിദ ടീച്ചറെ പറ്റിയൊക്കെ ഉസ്താദ് പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. ഇത് തന്നെയാണ് സത്യം. ഇത് തന്നെയാണ് നമ്മുടെ ജസ്ന സലീമും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഉസ്താദ് പറഞ്ഞില്ലേ, മമ്മൂട്ടി ആയാലും അതുപോലെ തന്നെ കൃഷ്ണ കൃപാസാഗരം എന്നെഴുതിയ യൂസഫ് അലി ആയാലും അവരൊക്കെ സമൂഹത്തിൽ ആരെങ്കിലും അവരെ കുറ്റം പറയുന്നുണ്ടോ, അവരെ ചീത്ത പറയുന്നുണ്ടോ? അതൊന്നും ആരും പറയുന്നില്ല. ജസ്ന സലീം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കൊണ്ട് മാത്രമാണ് ജസ്ന സലീമിന് തെറികൾ കേൾക്കുന്നത് എന്നുള്ളത് ജസ്നയെങ്കിലും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഈ രാജ്യത്തിലെ ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രകാരം നിങ്ങൾക്ക് ഒരു മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു കൃഷ്ണനെ വരക്കുന്നത് കൊണ്ടൊന്നും ആരും ഇവിടെ താങ്കളെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന സത്യമാണ്. മറ്റു മതസ്ഥർ അല്ലെങ്കിൽ ഇതര സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കേൾക്കുമ്പോൾ വിചാരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ദൈവമായ കൃഷ്ണനെ വരച്ചത് കൊണ്ട് ഈ ഒരു വിഭാഗം അവരെ ഹരാസ് ചെയ്യുന്നുണ്ടോ, അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല സത്യമെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് 100% ബോധ്യപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബാക്കി പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. ഈ പെൺകുട്ടിക്കെതിരെ സമീപകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയതിൻ്റെ പേരിൽ കലാപാഹ്വാനത്തിന് കേസ് കൊടുത്തു. നിങ്ങളൊക്കെ വാർത്തയിൽ വായിച്ചാണല്ലേ? എന്തേ കാരണം? ആ പെൺകുട്ടി ചെയ്ത പ്രധാനപ്പെട്ട ഒരു തെറ്റ്, ഇപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ മത്സ്യമാംസാദികളൊന്നും കയറ്റാൻ പാടില്ല. അപ്പം മുട്ട ചേർത്ത കേക്ക് അവിടെ കൊണ്ട് വെച്ച് മുറിക്കുകയും ആളെ കൂട്ടുകയും പ്രശ്നങ്ങളുണ്ടാകുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തു. ഇവിടെ ഇത് കാണുന്ന ഒരു തട്ടം ധരിച്ചൊരു പെൺകുട്ടി ഒരു ക്ഷേത്ര നടയിൽ ചെന്ന് കേക്ക് മുറിക്കുന്നു. അവിടെ ഈ പെൺകുട്ടി കൃഷ്ണഭക്തയാണെന്നോ അല്ലെങ്കിൽ അതിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണെന്നോ അല്ല പുറത്തു വരുന്നത്. ഒരു മുസ്ലിം, ആ പെൺകുട്ടിയുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, ഒരു മുസ്ലിം പെൺകുട്ടി, തട്ടമിട്ട പെൺകുട്ടി അവിടെ ചെന്ന് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നശിപ്പിക്കുന്ന ഒരു സമുദായത്തെ മുഴുവനും ചീത്ത വിളിക്കാനും അവഹേളിക്കാനും പല ആളുകളും കമൻറ്റിൽ എഴുതി. അല്ലെങ്കിലും ഈ വിഭാഗം ആളുകൾ, അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിലും ഈ വിഭാഗം ആളുകൾ നമ്മുടെ ക്ഷേത്രത്തെ ആചാരത്തെയൊക്കെ തന്ത്രപൂർവ്വം നശിപ്പിക്കാൻ നോക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പെൺകുട്ടിയുടെ അപക്വമായ പെരുമാറ്റം കൊണ്ടുണ്ടായ സംഗതിയാണ്.
അപ്പോൾ ഉസ്താദ് പറയാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ജസ്ന കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം ഇതിൻ്റെ മുന്നേ ഉണ്ടായതാണ്. അപ്പോൾ ഉസ്താദ് പറയുന്നുണ്ട് അതുപോലെ മുട്ട കൂട്ടിയ കേക്ക് അവിടെ വെച്ച് മുറിച്ചതുമായി ബന്ധപ്പെട്ട് ആൾക്കാർ വന്ന് ആഘോഷങ്ങൾ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ നേരിട്ട് കേസെടുക്കാൻ ആവശ്യപ്പെടുകയും എല്ലാം ചെയ്തു. അതിനുശേഷം കേസാവുകയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാം ആൾക്കാർ പറയുന്നത് ഈ ഒരു വിഭാഗം ഇങ്ങനെയാണ്, തട്ടമിട്ടൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആ വിഭാഗം അവരുടെ ആചാരങ്ങളെ തന്ത്രപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടി ഒരു അവസരം കാത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് തട്ടമിട്ട ഒരു കുട്ടിയായതുകൊണ്ടും അത് മറ്റൊരു മതസ്ഥിലെ പേരും അറിയപ്പെടുന്ന താങ്കൾ അവിടെ പോയി അത്തരം ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് ആ ഒരു വിഭാഗത്തെ മാത്രം മൊത്തത്തിൽ കുറ്റം പറയുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രമാണ് താങ്കൾക്കെതിരെ വിമർശനം വരുന്നത് എന്നാണ് നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് പറഞ്ഞത്. അതൊരു വിഭാഗത്തെ എല്ലാവരും കരിവാരി തേക്കാൻ വേണ്ടിയിട്ടാണ് താങ്കൾ ഇത്തരം ഒരു ഉഡായിപ്പ് പരിപാടിയുമായിട്ട് അവിടെ പോകുന്നത്. അതൊരു വിഭാഗത്തിന് മൊത്തം ചീത്ത കേൾക്കുന്ന ഒരു കോലത്തിലേക്ക് താങ്കൾ ആക്കി വെക്കുകയും ചെയ്യുന്നു. അത് തന്നെയാണ് പറഞ്ഞത്. മമ്മൂട്ടിയെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞത് കേട്ടോ. പല്ലാവൂർ ദേവനാരായണൻ മുതൽ അറക്കൽ മാധവൻ ഉണ്ണി വരെയുള്ള കഥാപാത്രങ്ങൾ, ഹൈന്ദവ കഥാപാത്രങ്ങൾ വളരെ സുന്ദരമായിട്ട് മലയാള സിനിമയിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് നമ്മുടെ മമ്മൂട്ടി. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഇത്തരം പ്രശ്നങ്ങളോ വിമർശനങ്ങളോ ഒന്നും നമ്മുടെ സമൂഹം ഉന്നയിക്കുന്നില്ല. താങ്കൾക്കെതിരെ ഉണ്ട്. അതെന്തുകൊണ്ട് എന്ന് താങ്കൾ ചിന്തിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും. മറ്റൊരു ഞെട്ടിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഒരു യൂട്യൂബർ നമ്മുടെ ജസ്ന സലീമിനെ വിളിച്ചുകൊണ്ട് കുറുവങ്ങാട് മഹലിൽ നിന്ന് താങ്കളെ പുറത്താക്കിയെന്ന് പറഞ്ഞ് പണ്ടൊരു വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടിരുന്നു. എന്നാൽ പുതിയൊരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ അദ്ദേഹം ജസ്ന സലീമുമായി സംസാരിക്കുന്നത് കേട്ട് കാണും. തീർച്ചയായിട്ടും ഈ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടാൽ എന്താണ് ജസ്ന സലീം എന്തിനാണ് ഇത് ചെയ്യുന്നത്? ജസ്ന സലീം അതിൽ ചോദിക്കുന്ന ഒരൊറ്റ ഡയലോഗ് നിങ്ങൾ കേട്ടാൽ മതി. എനിക്ക് അരി നിങ്ങളുടെ വാപ്പ വാങ്ങിക്കൊണ്ട് തരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജസ്ന സലീമിന് അരി വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ ഇസ്ലാമിനെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നും അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഈ ഒരു വോയിസിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും. അതുപോലെ തന്നെ അവരെ കുറുവങ്ങാട് മഹലിൽ നിന്ന് പുറത്താക്കി എന്നൊന്നും ആ വോയിസിൽ എവിടെയും കഴിഞ്ഞതും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞുണ്ടാക്കിയത് തന്നെ ജസ്ന സലീമാണ് എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വോയിസ് ഒരു 4 മിനിറ്റ് ഉള്ളതാണ്. തീർച്ചയായും നിങ്ങൾക്കത് തീർച്ചയായിട്ടും കേൾക്കണം. കാരണം ആ വോയിസിൽ തന്നെ പറയുന്നുണ്ട്, എൻ്റെ മതത്തെ നിങ്ങൾ കരിവാരി തേക്കാൻ താങ്കൾ ആര് എന്ന് ജസ്ന സലീമിനെ ചോദിക്കുമ്പോൾ ജസ്ന സലീമിന് മറുപടിയില്ല. ജസ്ന സലീം തെറിയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വോയിസ് നിങ്ങൾ കേൾക്കുക. അതിനുശേഷം നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും ഇതിനെ താഴെ രേഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. ജസ്ന സലീമിനെ ഒന്ന് തുറന്ന് കാണിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ. അവരെ വിമർശിക്കുകയല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണും. ജസ്ന സലീം അല്ലേ? അതെ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇല്ല, മനസ്സിലായില്ല. ആരാണ്? ഞാനൊരു യൂട്യൂബറാണ്. എന്തായിരുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി മാത്രമാണ്. നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ കുറുവങ്ങാട് മഹലിലാണ്? നിങ്ങൾ മഹല് കമ്മിറ്റിയിലാണെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു? നിങ്ങൾ കുറുവങ്ങാട് മഹല് കമ്മിറ്റി അംഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ ഏതൊരു ഒരുത്തനെ വിളിച്ചിട്ട് വോയിസ് പുറത്തു വിട്ടത്? അദ്ദേഹം പറഞ്ഞില്ലല്ലോ നിങ്ങൾ കുറുവങ്ങാട് മഹലിൽ അംഗമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. ആ വോയിസ് നിങ്ങൾക്ക് മഹല് കമ്മിറ്റിന്ന് പുറത്താക്കാൻ നിൽക്കുന്നത് അല്ല. നിങ്ങളെ പുറത്താക്കുന്നത് നിങ്ങളെന്നല്ല, ഇസ്ലാമിൽ നിന്നുകൊണ്ട് ദീനീ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരും പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആണോ? അതെ, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആരും. എങ്ങനെ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് ചെയ്യാം. ഏത്? യൂട്യൂബ് നീ ഇപ്പൊ ദീന് സംസാരിക്കുന്നുണ്ടല്ലോ, നീ അന്ന് സംസാരിച്ചതൊക്കെ സത്യാണോ? ഏത് കള്ളത്തരം പറയുന്നത്? നിന്റെ ദീനില് പറ്റൂലേ? എന്താണ് ഞാൻ കള്ളത്തരം പറഞ്ഞത്? ഞാൻ എങ്ങനെയാണ് കുറുവങ്ങാട് മഹല് കമ്മിറ്റിയിൽ വരിക എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനും പറഞ്ഞില്ല, നിങ്ങളുടെ മഹലില് ഭാരവാഹിയും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ വീണ്ടും അത് ചോദിച്ചു? ഏത്? അല്ല, നിങ്ങൾക്ക് നിയമപരമായിട്ട് പോവാം. നിങ്ങൾ പരസ്യമായി ജസ്ന സലീം, നിങ്ങൾ പരസ്യമായി മദ്രസകളില് കുട്ടികളുടെ മദ്രസകളില് ഉസ്താദുമാര് ഹിന്ദുക്കളെ കൊല്ലണമെന്നും നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അല്ലല്ല കാട് കയറണ്ട. ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. കാട് കയറണ്ട. അല്ല, നിങ്ങളുടെ നാട്ടില് ഭാര്യമാരും പെങ്ങളുമാരും മാത്രമേ ചോദ്യങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അത് വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴല്ലേ
അല്ല, അത് നിങ്ങളുടെ ജസ്ന സലീം നിങ്ങളുടെ വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴാണ് ഭാര്യയും പിന്നെ സഹോദരിയൊക്കെ മറുപടി പറയേണ്ടത്. നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ പലതരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ അതിന് മറുപടി പറയാനുള്ള തന്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാവൂ. മനസ്സിലായോ? എനിക്ക് തന്റെ ഇടണ്ടോ ഇല്ലെന്ന് നീ അപ്പൊ ഒരു കാര്യം ചെയ്യണം. ജസ്ന സലീം അപ്പൊ ചെയ്യേണ്ടത് എന്താ പറയുക, യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് മദ്രസകളിൽ അന്യമതസ്ഥരൊക്കെ നരകത്തിലെ വിറക് കൊള്ളികളാണ് എന്ന കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത്. അപ്പൊ ചോദ്യം നേരിടേണ്ടി വരും. ജസ്ന നിങ്ങൾ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് ഈ അന്യമതസ്ഥരൊക്കെ പിന്നെ നരകത്തിലെ വിറക് കൊള്ളികളാണെന്ന് മദ്രസയെ പഠിപ്പിച്ചു എന്ന് പച്ചക്കള്ളം പറഞ്ഞാൽ ചോദ്യങ്ങൾ നേരിടണം. അയ്യോടാ അതാണ് ആ ചോദ്യം. നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ നേരിടാം. അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറയുമ്പോൾ സത്യസന്ധത വേണം. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മക്കളെ മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. ജസ്ന സലീം അല്ല, സത്യം നിങ്ങൾ ആര് പഠിപ്പിച്ചാലും നിങ്ങൾ പഠിക്കണം. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സത്യസന്ധമായി പറയാൻ പഠിക്കണം. ഞാനും കൂടെ വിശ്വസിക്കുന്ന എന്റെ മതത്തിനെയാണ് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചത്. മദ്രസകളിൽ ജസ്ന ഞാനും കൂടി പഠിച്ച മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത്. ഞാനും കൂടെ പഠിച്ച മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത്. ഞാനും കൂടെ പഠിച്ച മദ്രസയെ കുറിച്ചാണ് കള്ളത്തരം പ്രചരിപ്പിച്ചത്. സംസാരിക്കുമ്പോ നീ വാ മുട്ടി പോകുന്ന സംസാരല്ല വേണ്ടത്. നീ വലിയ ദീനി, നീ വലിയ ഇസ്ലാമിക വലിയ പണ്ഡിതന്. ഞാൻ പണ്ഡിതനൊന്നുമല്ല, നിങ്ങളുടെ അത്ര പണ്ഡിതനല്ല ഞാൻ. നിങ്ങൾ പറഞ്ഞു എന്തിനാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്. ജസ്ന സലീം എന്റെ വാപ്പയ്ക്ക് വിളിക്കുകയല്ല വേണ്ടത്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയണം. ഞാൻ ജസ്ന സലീമിനെ അങ്ങോട്ട് വിളിച്ചത് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ ഒരു വാപ്പയ്ക്ക് ജനിച്ച മകളാണെങ്കിൽ അതിന് മറുപടി പറയുക. നിങ്ങൾ കൂടി തെറ്റിദ്ധരിപ്പിച്ചത് എന്റെ മതത്തിനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത്. അതിന് മറുപടി ഉണ്ടോ? ഒരു കാര്യം വേണം, ഇനി മേലെ ഞാൻ വിളിച്ച പോരെ കേറിയിട്ട് ഞാൻ തല്ലും കേട്ടോ. നിങ്ങളുടെ തല്ല് കൊള്ളാൻ ഞാൻ വർത്തമാനങ്ങളും കേട്ടാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഏകദേശമായിട്ട് അവരെ കുറിച്ചൊരു രൂപം ഇപ്പോൾ കിട്ടിക്കാണും. ജസ്ന സലീം പറയുകയാണ് മറ്റ് അന്യമതസ്ഥർ നരകത്തിലെ വിറക് കൊള്ളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീഡിയോ ഇറക്കിയിരുന്നു. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മദ്രസയിൽ എന്നും അവരെ 2 കുട്ടികൾ മദ്രസയിൽ പഠിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏത് മദ്രസയാണ്, എവിടെയാണ് പഠിച്ചത് എന്നുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് ചൂടാവുന്നതും ചീത്ത പറയുന്നതുമെല്ലാം. എന്തിനാണ് ഞങ്ങളുടെ ഒരു മതത്തെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കുന്നു? അതിനെതിരെ ഞങ്ങൾ ചോദിക്കും, അതിന് നിങ്ങൾ ഉത്തരം പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊന്നും ജസ്ന സലീം മറുപടി പറയുന്നില്ല. എനിക്കറിയാം നിങ്ങളെ വാപ്പ കൊണ്ടുത്തരുമോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ വീട്ടിൽ കയറി തല്ലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജസ്ന സലീമിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവരും പറയുന്നുണ്ട്. ഇതാണ് ഒരു സത്യാവസ്ഥ. ജസ്ന സലീം ഇത്തരം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് അരിയുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് തീർച്ചയായിട്ടും ഈ കാണുന്ന എല്ലാവർക്കും അറിയാം. നല്ലവരാ ഹൈന്ദവ സുഹൃത്തുക്കൾ, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൃഷ്ണനെ വരച്ചതിൻ്റെ പേരിലൊന്നും ആരും ഇവിടെ ജസ്ന സലീമിനെ വിമർശിക്കുന്നില്ല. കാപട്യമാണ് ജസ്ന സലീമിൻ്റെ മെയിൻ. ഒരു മതത്തിൽ നിന്നുകൊണ്ട് ആ മതത്തെ കുറ്റം പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റു മതസ്ഥരിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ, അതുകൊണ്ട് എനിക്ക് ജീവിച്ചു പോകാം എന്നുള്ള ഒരു ഒറ്റ ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും കാലം അവർ ഈ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിന്നത്. ഇനിയെങ്കിലും നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കളോട് എനിക്ക് പറയാം, നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കണമെന്ന് മാത്രമാണ്. ഇത്തരം വൃത്തികെട്ടവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് വരെ മാറ്റി നിർത്തണം. അപ്പോഴേ അവർ പഠിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ വിമർശനങ്ങളായാലും നിങ്ങളെ നല്ല മെസ്സേജുകളായാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയി വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.